ASAPലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് SSC, CGL അല്ലെങ്കിൽ റെയിൽവേ എക്സാംസ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കുന്ന ടൈപ്പ് ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ എലമെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ് 3 to 12 ആർ കോൾഡ് ഡാഷ് എലമെൻറ്റ്സ് ഓർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നറിയപ്പെടുന്ന പീരിയോഡിക് ടേബിളിലെ 3 മുതൽ 12 വരെ കാണുന്ന ഗ്രൂപ്പിൻ്റെ പേരെന്താ എന്നുള്ളതാണ്. ഓക്കെ, ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നവരെ വിളിക്കാം, അല്ലെങ്കിൽ ഇന്ന ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നവരെ വിളിക്കാം. ഏത് ബ്ലോക്ക് എന്നാണ് ചോദ്യം. ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്: S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക്, F ബ്ലോക്ക്. ശ്രദ്ധിക്കുക, പീരിയോഡിക് ടേബിളിൽ കുത്തനെയുള്ള, ദറ്റ് ഈസ് താഴോട്ടുള്ള കോളംസിനെ, ദറ്റ് ഈസ് കോളങ്ങളെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്സ്. കോളങ്ങളാണ് ഗ്രൂപ്പുകളെങ്കിൽ റോകളെ വിളിക്കുന്ന പേര്, വിലങ്ങനെയുള്ള റോകളെ വിളിക്കുന്ന പേരാണ് എന്ത്? പീരീഡ്സ്. ദറ്റ് ഈസ് കോളംസ് ആർ ഗ്രൂപ്പ്സ്, റോസ് ആർ പീരീഡ്സ്. അങ്ങനെ ഏകദേശം 18ഓളം ഗ്രൂപ്പുകൾ, ഏകദേശം 1 മുതൽ 18 വരെ 18ഓളം ഗ്രൂപ്പുകളുണ്ട്. റോകളായിട്ട് ഏകദേശം 7ഓളം പീരീഡുകളുണ്ട്. ഗ്രൂപ്പുകൾ 18, പീരീഡുകൾ 7. ബ്ലോക്കുകളുടെ എണ്ണം 4ആണ്. 4 ബ്ലോക്കുകളുണ്ട്. ബ്ലോക്കുകളാണ് S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. 4 ബ്ലോക്കുകളുണ്ട്: S, P, D ആൻഡ് F. ഇതിൽ ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും S ബ്ലോക്ക് മൂലകങ്ങളാണ്. 1ഉം 2ഉം S ബ്ലോക്ക് മൂലകങ്ങളാണ്. സോ ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും S ബ്ലോക്ക് മൂലകങ്ങളാണ്. S ബ്ലോക്കിൽപ്പെട്ട ആളുകളാണ് ഒന്നാം ഗ്രൂപ്പും രണ്ടാം ഗ്രൂപ്പും. ഇതിൽ 3 മുതൽ 12 വരെ കാണുന്ന 3 മുതൽ 12 വരെ കാണുന്ന ഈ ആളുകളെയാണ് നമ്മൾ D ബ്ലോക്ക് എന്ന് വിളിക്കുക. D ബ്ലോക്ക്. ഓക്കെ, നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ 3 മുതൽ 12 വരെ കാണുന്ന ഗ്രൂപ്പുകൾ അറിയപ്പെടുന്ന പേരാണ് D ബ്ലോക്ക്. D ബ്ലോക്ക് മൂലകങ്ങൾ 3 to 12. ദെൻ 13 മുതൽ 18 വരെ കാണുന്ന ആളുകളാണ് P ബ്ലോക്ക് മൂലകങ്ങൾ. P ബ്ലോക്ക് 13 to 18 ആണ് P ബ്ലോക്ക് മൂലകങ്ങൾ. ബ്ലോക്കുകൾ, ഗ്രൂപ്പുകൾ അവസാനിച്ചിട്ടുണ്ട്. 1 മുതൽ 18 വരെയായി 1 to 2 S ബ്ലോക്ക് മൂലകങ്ങൾ, 3 മുതൽ 12 വരെ D ബ്ലോക്ക് മൂലകങ്ങൾ, 13 മുതൽ 18 വരെ P ബ്ലോക്ക് മൂലകങ്ങൾ. ഇനി അതിനകത്ത് 2 വിഭാഗം, അവരുടെ സബ്ഷെൽ അവസാനിപ്പിച്ചത് Fലായതുകൊണ്ട് അവരെ മാറ്റിപ്പാർപ്പിച്ചതാണ്. അതായത് അവർ യഥാർത്ഥത്തിൽ വരേണ്ടത് D ബ്ലോക്കിനകത്തായിരുന്നു. 6ാമത്തെയും 7ാമത്തെയും പീരീഡിൽ വരേണ്ട 2 ആളുകളാണ്. അവരെ വിളിക്കുന്ന പേരാണ് ലാന്തനൈഡുകൾ. ലാന്തനൈഡുകൾ, അതേപോലെ ആക്റ്റിനൈഡുകൾ. ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും. അവരുടെ ബ്ലോക്ക് F ബ്ലോക്കാണ്. F ബ്ലോക്ക് മൂലകം. പറഞ്ഞു വന്നത് ശ്രദ്ധിക്കുക, പീരിയോഡിക് ടേബിളിൽ 18ഓളം ഗ്രൂപ്പുകളുണ്ട്, 7ഓളം പീരീഡുകളുണ്ട്. ടോട്ടൽ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 118ആണ്. 118ഓളം മൂലകങ്ങളുണ്ട്. പേര് നൽകപ്പെട്ട 118 മൂലകങ്ങൾ. അതിന് ശേഷമുണ്ട്, പക്ഷേ പേരിട്ട 118ഓളം മൂലകങ്ങളുണ്ട്. അതിൽ 4ഓളം ബ്ലോക്കുകളാണ്. അതിൽ S ബ്ലോക്ക്, P ബ്ലോക്ക്, D ബ്ലോക്ക് ആൻഡ് F ബ്ലോക്ക്. S ബ്ലോക്കിനകത്ത് 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും. 3 മുതൽ 12 വരെ D ബ്ലോക്കിൽ, 13 മുതൽ 18 വരെ P ബ്ലോക്കിൽ. ദെൻ ലാന്തനൈഡുകൾ, ആക്റ്റിനൈഡുകൾ എന്ന് പറയുന്ന വിഭാഗം F ബ്ലോക്കിൽ. സോ ക്വസ്റ്റ്യൻ പ്രകാരം ദ എലമെൻറ്റ് ഓഫ് ദി ഗ്രൂപ്പ് 3 to 12 ആർ കോൾഡ് D ബ്ലോക്ക് എലമെൻറ്റ്. S ബ്ലോക്കിനകത്തുള്ളത് 1 to 2, 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും. പിയിൽ നമ്മൾ പറഞ്ഞു 13 മുതൽ 18 വരെയാണ്. F ബ്ലോക്കിലുള്ളത് 2 വിഭാഗങ്ങളാണ്: ലാന്തനൈഡ്സും ആൻഡ് ആക്റ്റിനൈഡ്സും. ഓക്കെ, ഈ D ബ്ലോക്കിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഓർ ട്രാൻസിഷൻ മെറ്റൽസ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനുമായി വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു.